ധർമ്മസ്ഥലയിൽ 100ഓളം സ്ത്രീകളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തൽ പുറത്ത്. കുഴിച്ചുമൂടിയവരിൽ മലയാളി പെൺകുട്ടിയും. ധർമ്മസ്ഥലയിലെ സാക്ഷിയുടേതാണ് വെളിപ്പെടുത്തൽ. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. ಕೆಲವು ಗುಂಡಿಯಲ್ಲಿ ಇದ್ದದ್ದು ಜಾಗ. ಈಗ ಅದನ್ನು ಒಂದು ಕಟ್ಟೆಯಾಗಿ ಕಟ್ಟಿ ಮಣ್ಣು ತುಂಬಿಸಿದ್ದಾರೆ. ತುಂಬಾ ಎತ್ತರದ ಮಣ್ಣು ತುಂಬಿಸಿದ್ರಿಂದ ಅದು ಏನು ನನಗೆ ಕನ್ಫ್ಯೂಸ್ ಆಗ್ತಾ ಉಂಟು. ಈಗ ಮಣ್ಣು ಜಾಸ್ತಿ ಒಂದು 15 ಅಡಿಯಷ್ಟು ಮಣ್ಣು ತುಂಬಿಸಿದ್ದಾರೆ. ಅಡಿ ಮಣ್ಣು ಕಪ್ಪು ಮಣ್ಣು. ಆ ಕಪ್ಪು ಮಣ್ಣಲ್ಲಿ ನಾವು ಮಣ್ಣು ಮಾಡಿದ್ವು. ಅದಂದ್ರೆ ನಮ್ಗೀಗ ಅದು ಸಹ ಭಾರಿ ಕನ್ಫ್ಯೂಸ್ ಆಗ್ತಾ ಉಂಟು. ಯಾಕೆ ಹಣ ಸಿಗ್ತಾ ಇಲ್ಲ ಅಂತ ನಮ್ಗೆ ಭಾರಿ ಕನ್ಫ್ಯೂಸ್ ಆಗ್ತಾ ಉಂಟು. ಮತ್ತೆ ಕೆಲವೊಂದು ಜಾಗ ಮಿಸ್ ಮ್ಯಾಚ್ ಆಗ್ತಾ ಇದೆ. ಆದ್ರೆ ನಾನು ಸುಮ್ಮನೆ ಇರ್ಲಿಕ್ಕೆ ನನಗೆ ಸಹ ಏನು ಇದಾಗಿಲ್ಲ, ತಲೆ ಕೆಟ್ಟಿಲ್ಲ. ಯಾಕಂದ್ರೆ ನಾವು ಊಟ ಹಾಕಿದ್ದು ಸತ್ಯ. ಆ ಊಟ ಹಾಕಿದ್ದನ್ನು ಕೆಲವೊಂದು ಜನಗಳು ನೋಡಿದ್ದಾರೆ, ಕೆಲವೊಂದು ಜನಗಳು ನೋಡೋದನ್ನು ಇರ್ತಾರೆ. ನಾನು ಪ್ರಾಮಾಣಿಕವಾಗಿ ಊಟ ಹಾಕಿದ್ದನ್ನೇ ನಾನು ತೆಗಿಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಪಡ್ತಾ ಇದ್ದೀನಿ. ಅದು ನನಗೆ ಸಿಗ್ತಾ ಇಲ್ಲ. ಅದೀಗ ಸಾಧಿ ಇನ್ನೂ ಕೆಲವು ಸಾಧಿ ಜಾಗಗಳು ಇದೆ. ಅದನ್ನೆಲ್ಲ ತೆಗಿಬೇಕು. SIT ಅಧಿಕಾರಿಗಳ ಹತ್ರ ಕೇಳ್ಕೊಂಡಿದ್ದೀನಿ, ಇನ್ನು ತೆಗಿಸ್ತಾರೆ. ಅದನ್ನು ಕೂಡ ತೆಗ್ಲಿಕ್ಕೆ ತುಂಬಾ ಉಂಟು. 70 ಏನಬಹುದು ನನಗೊಂದು ಅದು ಏಕೆ. ಯಾಕಂದ್ರೆ ಅದು ಸ್ವಚ್ಛತವಾಗಿ ಮಣ್ಣೆಲ್ಲ ತೆಗಿಸಿ ಅಡಿಭಾಗದಿಂದ ನೋಡಿದ್ರೆ ಆಗ್ತದೆ. ದೇಶಕ್ಕೆ ಎತ್ತರದಿಂದ ಹಾಕುವಾಗ ಅಲ್ಲಿ ಟ್ರಾನ್ಸ್ಫಾರಂ ಎಲ್ಲ ಹಾಕಿದ್ದಾರೆ. ಮತ್ತೆ ಅಲ್ಲಿ ಟ್ರಾನ್ಸ್ಫಾರಂ ಬಿದ್ದೋಗ್ತದೆ ಅಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಮಣ್ಣು ತೆಗೆಯೋದು ಬಾಕಿ ಆಗಿತ್ತು. ಅದು ಗ್ಯಾಸ್ಟನ್ನು ಎಲ್ಲ ತೆಗಿಸಿ ಸುತ್ತವಾಗಿ ತೆಗಿಸಿದ್ರೆ ಅದು ಸಿಕ್ಕಿತ್ತು. ಮತ್ತೆ ಇನ್ನು ಗೋಮಟ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು 10-20 ಎಲ್ಲ ಹಾಕಿ ಉಂಟು. ಇನ್ನು ಕೆಲವು ಈಗ ನೋಡಿ ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದುಂಟು. ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ವಿ, ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು. ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದ್ದಾರೆ. ಕಲ್ಲೇರಿ ಪೆಟ್ರೋಲ್ ಬಂಕಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ, ಒಂದು 15 ವರ್ಷದ ಹುಡುಗಿ. ಆ ಹುಡುಗಿ ಶವವನ್ನು ಹುಡುಕಿ ಹೋದ್ರೆ ನಾನಾಗ ಹೋಗುವಾಗ ನಾವು ಊಟ ಹಾಕುವಾಗ ನಮ್ಮನ್ನು ಬಾಡಿ ಜೀಪಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು. D ನಂಬರ್ ಬೀಟಲ್ಲಿ ಹೀಗೆ ಹೋಗಿ ಹೀಗೆ ಎದ್ದು ರೋಡು ಕ್ರಾಸ್ ಆಗಿತ್ತು. ರೋಡು ಈಗ JCB ಕೆಲಸ ಮಾಡಿ ಸಸ್ತ ಮಾಡಿದ್ದಾರೆ ರೋಡನ್ನು. ಅದು JCB ಇಲ್ಲಿ ಕಣಿ ತೆಗಿಸಿದ್ದಾರೆ ಕೈಟಲ್ಲಿ. ಹಾಗೆ ಸ್ವಲ್ಪ ಕನ್ಫ್ಯೂಸ್ ಆಗ್ತಾ ಉಂಟು ನನಗೆ. ಈಗ ಮನುಷ್ಯನಿಗೆ ಎಷ್ಟು ಅದು ಒಂದು ಅಂದಾಜೆ. ಈಗ ಮಿಷಿನ್ ಆದ್ರೆ ಕಂಡಿಡಿಬೋದು. ಆ ಮಿಷಿನ್ ಸಹ ಆಗ್ಲಿಲ್ಲ ಅಂತ ಬಂದು ಹೋಗಿದೆ ಒಮ್ಮೆ. സിജു കണ്ണനുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജു, ഈ 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിന്റെ ഒരു കൊലപാതക പരമ്പരയുടെ കഥ തന്നെ പറയാനുണ്ട് ഈ ധർമ്മസ്ഥലയ്ക്ക്. ഒരു മലയാളി പെൺകുട്ടി കൂടി ഇപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്താണ് ഈ ദൃക്സാക്ഷി പറയുന്നത്? വർഷ, ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന സാക്ഷി ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ്. ദ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ അന്വേഷണ സംഘത്തിനും കോടതിക്ക് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ അതേ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ധർമ്മസ്ഥലയിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതിൽ മലയാളി പെൺകുട്ടികളുടെ മൃതദേഹവും ഉണ്ട് എന്നുള്ളതാണ്. കുഴിച്ചുമൂടിയ പെൺകുട്ടിക്ക് 15 വയസ്സോളം പ്രായം വരുമെന്നാണ് ഇപ്പോൾ സാക്ഷി പറയുന്നത്. കുഴിച്ചിട്ട സ്ഥലത്ത് ഇപ്പോൾ പാറകൾ നിറഞ്ഞിരിക്കുകയാണ്. 4 അടി ഉയരത്തിൽ ഈ പ്രദേശത്ത് കല്ലും മണ്ണുമിട്ട് പൊക്കിയിട്ടുണ്ട് എന്നാണ് ഈ അഭിമുഖത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും മഴയും വെള്ളപ്പൊക്കവും കാരണം ഭൂപ്രകൃതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാട് മൂടിക്കിടക്കുന്ന നിലയിലായതിനാൽ പല സ്ഥലങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നും ഈ സാക്ഷി പറയുന്നു. അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്ത 13ാമത്തെ പോയിന്റിൽ മാത്രം 70-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ സ്ഥലം കാടുമൂടി മനസ്സിലാകാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ കുഴിയെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു. നായയെ കുഴിച്ചുമൂടുന്നത് പോലെയാണ് താൻ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതെന്ന് സാക്ഷി പറയുന്നുണ്ട്. നേരത്തെ സാക്ഷി പറഞ്ഞത് കുറ്റബോധം കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ പേര് അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. തന്നെ വിമർശിക്കുന്നവർ അല്പം കാത്തിരിക്കണമെന്നാണ് സാക്ഷി പറയുന്നത്. ഇപ്പോൾ സാക്ഷിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പല രാഷ്ട്രീയങ്ങളും രംഗത്ത് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് അങ്ങനെ പറയുന്നത്. കൂടുതൽ മനുഷ്യാസ്ഥികൾ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ വെറുതെ തുറന്നു പറയുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. താൻ കൂടി തെറ്റ് ചെയ്തു എന്നാണ് വെളിപ്പെടുത്തുന്നത്. അത് ബോധ്യമുള്ളതിനാലാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അന്ന് കൂടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. താൻ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടുന്നത് കണ്ട ആളുകളുണ്ട്. അവർ SITക്ക് മുന്നിൽ തെളിവ് നൽകിയിട്ടുണ്ട്. ജ്യേഷ്ഠനോടൊപ്പമാണ് ഈ ധർമ്മസ്ഥലയിൽ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലിക്ക് കയറിയത്. പട്ടികജാതി വിഭാഗക്കാരനായ താൻ ശുചീകരണ ജോലി വർഷങ്ങളോളം ചെയ്തു. അതിനിടയിലാണ് ഇത്തരം
മൃതദേഹങ്ങൾ കുഴിച്ചു മൂടുന്ന തരത്തിലുള്ള കൃത്യത്തിന്റെ ഭാഗമാകേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും കോടതിയിൽ ബെൽത്തങ്ങാടി കോടതിയിൽ നൽകിയ മൊഴിയുടെ സമാനമായ വിവരങ്ങളാണ് അഭിമുഖത്തിലൂടെ പറയുന്നത്. ആദ്യമായാണ് ഒരു ചാനലിന്റെ മുന്നിൽ, മാധ്യമത്തിന് മുന്നിലെത്തി നേരത്തെ അദ്ദേഹം കോടതിയിലും അന്വേഷണ സംഘത്തിനും നൽകിയ വിവരങ്ങൾ തുറന്നു പറയുന്നത്. വർഷ, തീർച്ചയായും മലയാളി പെൺകുട്ടി കൂടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ ദൃക്സാക്ഷി പറയുന്നത്. 15 വയസ്സ് പ്രായം വരുമെന്നും പറയുന്നുണ്ട്. നായിയെ കുഴിച്ചിടുന്നത് പോലെയാണ് ഓരോ മൃതദേഹങ്ങളും കുഴിച്ചിടുന്നത് എന്നതുകൂടി ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും തുടരന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.